യെസ്, അങ്ങനെ കാന്ത എന്ന് പറയുന്ന പടം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ദുൽഖറിന്റെ ഒരു പെർഫോമൻസ് അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് നല്ല രീതിക്ക് കിട്ടി. എന്താണ് ദുൽഖർ ഫാനായ നമുക്ക് അന്നോട് ചോദിക്കാം. എന്റെ ഒന്ന് പറ. പറയാതെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ അത് ദുൽഖറിന്റെ പെർഫോമൻസ് നടുപ്പ് ചക്രവർത്തി നമ്മൾ ദുൽഖറിന് ഞെട്ടിച്ചു കളഞ്ഞു. ഔട്ട് ആൻഡ് ഔട്ട് ദുൽഖർ ഷോ എന്തിനാ പറയാം. കാരണം ആ ഒരു റേഞ്ചിൽ പടം ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ലാഗ് ആ ഒരു സംഭവമാണ് പടം ഇപ്പൊ ഇത്ര നെഗറ്റീവ് ഞങ്ങൾ തോന്നിയത്. എന്നിരുന്നാൽ പോലും ഒരു ക്ലാസ് പടം എന്നുള്ള രീതിയിൽ പടം ഒരു രക്ഷയില്ല. തുടക്കം മുതൽ അവസാനം വരെ എടുക്കുന്ന രീതിയും സത്യം പറഞ്ഞാൽ ഈ പണം കൊണ്ടുപോകുന്ന ദുൽഖറിന്റെ KGF എന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു റേഞ്ചിലാണ് പടം വന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് എന്റെ ഒരു രക്ഷയില്ല. സമുദ്രകനിയുണ്ട്, റാണയൊക്കെ എല്ലാവരും മത്സരിച്ചാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഇവരെ എല്ലാവരും ഒരുപടി മേലില് ഈ റിവ്യൂസും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ദുൽഖറിന്റെ പെർഫോമൻസ് ആണ് എല്ലാവരും എടുത്ത് പറഞ്ഞത്. അത് അത്രയ്ക്കുണ്ട്. അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. 101% ദുൽഖർ ഷോ എന്ന് തന്നെ പറയാം. ഈ സിനിമയ്ക്ക് ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നു. പിന്നെ നടുപ്പ് ചക്രവർത്തി ജയിച്ചത് 100% അർഹതയാണ്. ചില ഷോട്ടുകൾ ഒരു രക്ഷയില്ല. പടം മേക്ക് ചെയ്തിരിക്കുന്ന രീതി പഴയ കാലഘട്ടം, ഒരു പഴയ കാലഘട്ടങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ പടങ്ങൾ പിടിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊക്കെ കുറ്റം പറയാം. നമുക്ക് നമ്മളെ ഇഷ്ടം മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ മറ്റുള്ളവരെ പറ്റിയോ അതൊന്നും പറയുന്നില്ല. പക്ഷേ 100% ഈ പടം നിങ്ങൾക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടം. ദയവ് ചെയ്ത് നിങ്ങൾ മാസ് പടമാണ് അങ്ങനെ ഇങ്ങനെ വെച്ചൊന്നും ഹൈപ്പ് കയറ്റി വരരുത്. സാധാരണ ഒരു ക്ലാസ് പടം, ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ, ആക്ടിങ്ങും അതിന്റെ അകത്തുള്ള കഥകളും 1950 നടക്കുന്ന കഥയാണ്. അത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അത് ദുൽഖർ ഈ പടം കാണുമ്പോൾ വേറെ ഒന്നും തോന്നില്ല. ഒരു നീറ്റായിട്ട് ക്ഷമയോടെ സമാധാനത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കിടില പെർഫോമൻസ് കാണാൻ പറ്റും ദുൽഖറിന്റെ ഷോ. അതിനടുത്ത് പറയാം, ഇത് അവാർഡ് 100% നാഷണൽ അവാർഡ് കിട്ടാണ്ട ഒരു പടമാണ് ഈ പടം. ദുൽഖർ അത്രയ്ക്ക് പടത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ സീൻ ബൈ സീൻ കയ്യടി കിട്ടുന്നുണ്ട്. അതാണ് തിയേറ്ററിൽ, അത് സിനിമയ്ക്കകത്തുള്ള സിനിമയാണ്. ആ സിനിമയിൽ ദുൽഖർ അഭിനയിക്കുമ്പോൾ ഞങ്ങളിത് അറിയാതെ കൈയടിച്ചു പോകുന്നുണ്ട്. നമുക്ക് ചില സിനിമ സീനൊക്കെ രോമാഞ്ചം വന്നു. ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് ഇത് തന്നെയാണ് ദുൽഖർ. കാരണം ഇതിന്റെ ബാൻഡ് ഒന്നുമില്ല. അതെ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്. പക്ഷേ നല്ലൊരു പെർഫോമൻസ് എന്നുള്ളത് ഒരു ക്ലാസ് പടം. ആ ഒരു മൈൻഡ് വെച്ച് പോയി കണ്ടാൽ മതി. പക്ഷേ ദുൽഖറിന്റെ പടം ഇടയ്ക്ക് വെച്ച് ലക്കി ഭാസ്കർ കിങ്ങോപ്പത്തേക്ക് ശേഷം ദുൽഖറിന്റെ വൺ തിരിച്ചുവരവാണ്. രാജാവ് തിരിച്ചു വന്ന ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു അതിനുശേഷം വന്ന ലക്കി ഭാസ്കർ, അതിനുശേഷം ഈ പടം റെട്രോ സ്റ്റാർ എന്ന് പറഞ്ഞ ചുമ്മാതൊന്നുമല്ല. പീരിയോഡിക് പടങ്ങൾ ഇങ്ങനെ കൊമേഴ്ഷ്യൽ പടങ്ങളും കൂടെ വന്ന് അത് സക്സസ് ആയി കഴിഞ്ഞാൽ റേഞ്ചാണ്. ഇപ്പോഴേ പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ എന്ന് മാറി. അതായത് ഒരുപാട് പേര് ദുൽഖറിന്റെ ആക്ടിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഒന്നുമല്ല, ഈ പടം കണ്ടാൽ മാറും. ആരും ദുൽഖറിന്റെ പെർഫോമൻസിനെ കുറ്റം പറയില്ല. പടത്തിന്റെ ലാഗിനെ ഇതിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. വേറെ ഒന്നുമില്ല. ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാലും അത് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഇനിയും മിനിങ്ങും. ദുൽഖർ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ തുടക്കം മാത്രമാണ്. ദുൽഖറിന്റെ ആക്ടിങ്ങിന്റെ തുടക്കം മാത്രമാണ്. ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതാണ് കാണുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്താം. നമ്മുടെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. 100% നിങ്ങൾ നിരാശപ്പെടുത്തൂല. ആ ഒരു ഉറപ്പ് തരാം. ദുൽഖർ സൽമാൻ ഞെട്ടിച്ചിരിക്കും.